ಇನ್ನೆಂದ ಸ್ಪೆಷಲ್? കോളിഫ്ലവർ ഫ്രൈ ಮಾಡುದು. ഓ, കോളിഫ്ലവർ ഫ്രൈയാ? അതൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചോ? നോക്കണം പഠിച്ചു. അല്ലാതെ ഞാൻ പഠിപ്പിച്ചതല്ല, അത് പറയാൻ ഭയങ്കര മടിയാ. ഞാൻ പഠിപ്പിക്കുന്ന എന്റെ മോൾ പഠിപ്പിക്കാറുണ്ട്. ഞാൻ ഇതൊന്നും ആക്കാറില്ല. കോളിഫ്ലവർ ഞാൻ ഉണ്ടാക്കുന്ന കോളിഫ്ലവർ ഫ്രൈ ഇഷ്ടമാണോ? ഇഷ്ടം. ഓക്കെ, അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ അമ്മ ഉണ്ടാക്കാൻ പോവാ അല്ലേ? ഓക്കെ, അതിനാദ്യം കട്ട് ചെയ്യണം കോളിഫ്ലവർ. ഓക്കെ, ഫ്രൈ ಮಾಡುವುದು. ഓക്കെ, കട്ട് ചെയ്ത് ബാക്കി പറയാം അല്ലേ? എന്തായി? കട്ട് ചെയ്ത് കഴിഞ്ഞു. എനിക്ക് കൈവേദന ആയതുകൊണ്ട് എന്റെ മോൾ കട്ട് ചെയ്തു. അപ്പോൾ ഇനി ബാക്കി എന്താ? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? ഞാൻ കഴുകിയിട്ട് ചൂടുവെള്ളത്തിലിട്ടിട്ട് തിളപ്പിക്കണം. ഓക്കെ, തിളപ്പിച്ചിട്ട് ആകുമ്പോൾ പുഴു ഉണ്ടെങ്കിൽ പോവും. ഓക്കെ ഓക്കെ, അപ്പോൾ തിളപ്പിക്കാം അല്ലേ? കഴുകിയിട്ട്. അപ്പോൾ ഇത് കഴുകി എടുക്കുകയാണ്. വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്, തിളക്കട്ടെ. വെള്ളം കൊതിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. അതൊക്കെ ഇട്ടതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. കോളിഫ്ലവർ ഇട്ടതിന് ശേഷം ഉപ്പിട്ട് ഇട്ടാന്ന് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒരു 2-3 മിനിറ്റ്സ് ഒന്ന് കുക്കാവട്ടെ. കുറച്ച് സമയം തണിയാൻ വെക്കണം. 2-3 മിനിറ്റ്സ് നമ്മളിത് വേവിച്ചിട്ട് വെള്ളാറാൻ വേണ്ടി വെച്ചേക്കാണ് കേട്ടോ. ഒരു ഇതിലേക്ക് മാറ്റിയേക്കാം. ഓക്കെ, ഇനി കോളിഫ്ലവർ ഫ്രൈ ആക്കേണ്ട മസാല കൂട്ട് തയ്യാറാക്കാം. ഓക്കെ, അതെന്താ? അരിപ്പൊടി. ഓക്കെ, അമ്മ ഇപ്പോൾ പൊടിച്ചതാണ്. ഇവിടെ അരിപ്പൊടി ഉണ്ടായിരുന്നില്ല. സോ അമ്മ ഇപ്പോൾ പൊടിച്ചത്. ഓക്കെ, മിക്സിയിലിട്ട് പൊടിച്ച് അല്ലേ? അരിപ്പൊടിക്ക് പകരം വേറെ എന്താ ഇടാമ? കടലപ്പൊടി ഇടാം, പിന്നെ മൈദപ്പൊടി ഇടാം. ഓക്കെ, മഞ്ഞപ്പൊടി. ഓക്കെ, മഞ്ഞപ്പൊടി അമ്മ പൊടിച്ചിട്ടുണ്ട്. അതിന് കുറച്ച് മഞ്ഞ ഉണ്ടല്ലോ, അപ്പോൾ കുറച്ച് മതി. പിന്നെ മുളക് പൊടി. ഓക്കെ, മുളക് പൊടി, ഗരം മസാല. ഓക്കെ, പിന്നെ ഇതെന്താ? വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. ഓക്കെ, പൊടിച്ചിട്ടാക്കും. ഇത് പേസ്റ്റ്. ഉപ്പ്. ഓക്കെ, മതി. വേണമെങ്കിൽ നോക്കിയിട്ട് ഇടാം. കൈ കൊണ്ട് ഇനി നന്നായിട്ട് ഇളക്കാം. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇടണം. പിന്നെ കോളിഫ്ലവർ ഇതിലേക്ക് ഇടാം. കോളിഫ്ലവർ മിക്സ് ചെയ്ത് അതിലേക്ക് ഇടുകയാണ്. ഇനി ഇത് കുഴക്കണം. ഇത് കുഴയ്ക്കുക. ഇനി കുറച്ച് വെള്ളം ഒഴിക്കണം. ഓക്കെ, അങ്ങനെ കുഴക്കണം. ഓക്കെ, നല്ലപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ ഈ ഒരു പരുവത്തിലാവും ഇത്. 20 മിനിറ്റ് ഇനി അടച്ചു വെക്കണം. ഓക്കെ, ഉണ്ടാക്കുന്നതിന് മുമ്പ് കുഴച്ചിട്ട് ഇനി 20 മിനിറ്റ് അടച്ചു വെച്ചിട്ട് ഓക്കെ, അപ്പോൾ അതിന് ശേഷം കാണാം അല്ലേ? 20 മിനിറ്റ്സ് കൂടുതൽ നമ്മൾ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ചൂടാക്കാൻ വേണ്ടിയിട്ട്, ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇതെന്താണ്? ചട്ടിയോ? ചീനച്ചട്ടി. അലുമിനിയം ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിൽ വെള്ളമുണ്ട്, ഒഴിച്ചേക്ക്. അപ്പോൾ അത് വെച്ചിട്ടുണ്ട്. കുറച്ച് വലുതെടുത്തത് നമ്മളൊരു കോളിഫ്ലവർ മൊത്തം എടുത്തിട്ടുണ്ട് അല്ലേ അമ്മ? എല്ലായിടത്തിനും ഒരു കോളിഫ്ലവർ മൊത്തം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എണ്ണ ഒഴിക്കുന്നുണ്ട്. ചട്ടി ചൂടായപ്പോൾ എണ്ണ ഒഴിച്ചു. നമ്മുടെ കോളിഫ്ലവർ കുഴച്ച് വെച്ച കോളിഫ്ലവർ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഭയങ്കര ഇഷ്ടമല്ല അമ്മ ഇത്. പക്ഷെ വെജിറ്റേറിയൻ എനിക്ക് കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടം. എൻ്റെ ചിക്കനൊക്കെയാണിത് അല്ലേ?
ആയി ചൂടായിട്ടുണ്ട്. അപ്പം ഇത് ഇടാം. ഞാൻ മാറേണ്ടി വരുമോ? ചൂടായോ എന്ന് നോക്കിയതാണ് ഇട്ടിട്ട്. കുറച്ചും കൂടെ ചൂടാവാനുണ്ട് അല്ലേ? ചൂടായിട്ടുണ്ട്. ഇനി അത് തട്ടി പതുക്കെ ഇടുമ്പോ തെറിക്കിട്. എൻ്റെ മേത്തൊക്കെ തെറിക്കിടുണ്ട്. എന്നെ ആകുമ്പോൾ പൊള്ളിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. പോതും. സോ ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് സൈഡിലുള്ളതൊക്കെ തവി വെച്ച് ഇതാക്കണ്ടേ? ഓക്കെ. സൈഡിലുണ്ടായിരുന്നതൊക്കെ എടുത്ത് ഓയിലിലേക്ക് സ്പ്രെഡ് ആക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് വെക്കുന്നുണ്ട്. ഇത് ശരിക്കും ഇപ്പം നമ്മൾ അരിപ്പൊടിയാണ് എടുത്തത്. ശരിക്കും കടലമാവ് കുറച്ചധികം, കുറച്ച് അരിപ്പൊടിയും അതിൻ്റെ കൂടെ കുറച്ച് കോൺഫ്ലവറും കൂടി ഇട്ട് ചെയ്യുകയാണെങ്കിൽ ശരിക്കും ഒരു എന്താ പറയുക, ഈ തട്ടുകടയിലൊക്കെ കിട്ടണ ആ ഒരു ടൈപ്പ് ഓഫ് ഇത് കിട്ടും. അതിപ്പം നമ്മൾ അങ്ങനത്തെ കുറച്ച് ഇത് വേണ്ട എന്ന് വെച്ചിട്ടാണ് കുറച്ച് നോർമൽ ഹോംലി ടച്ച് വരാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി മാത്രം ആഡ് ചെയ്തത്. അതും അരിപ്പൊടി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ ഇവിടുന്ന് പച്ചരി ഇപ്പോൾ കഴുകിയിട്ട് അത് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ്. അമ്മ ഇത് ഫസ്റ്റ് ടൈം അല്ലേ കോളിഫ്ലവർ ഫ്രൈ ഉണ്ടാക്കണത്? അതെ. ഇപ്പൊ പഠിച്ചാ? ആരാ പഠിപ്പിച്ചേ? എൻ്റെ മോള്. നമ്മളിതെന്ത് കയ്യിലോണ്ട് കണ്ണുള്ള തവിയും കൊണ്ട് മറിച്ചിടുക. അതെന്താ അമ്മ കണ്ണുള്ള കയ്യിലെടുത്തിന്? എണ്ണ പോവാൻ വേണ്ടിയിട്ടല്ലേ? ഇല്ലെങ്കിൽ എണ്ണ ഫുള്ളത്. സോ നമ്മളതൊന്ന് മറിച്ചിട്ടിട്ടുണ്ട്. എല്ലാം അടിഭാഗം ഫ്രൈ ആയിട്ടുണ്ട്. ഇട്ടിട്ടുണ്ട്. ഇതും കൂടി ഒന്ന് ആ ഭാഗം കൂടി ഒന്ന് ഫ്രൈ ആവണം അല്ലേ? ഇത് ആയിട്ടുണ്ട്. ആ സൈഡും കൂടെ എന്താ ചെയ്യുക? കോരി എടുക്കും. അപ്പോൾ കണ്ണുള്ള പേടിയാവണമ്മ പതുക്കെ. സോ കണ്ണില്ല കയ്യിലോണ്ട് കോരിയെടുക്കുന്നത്. കണ്ണുള്ള കയ്യിലോണ്ട് കോരിയെടുക്കുമ്പോൾ ആ എണ്ണ കുറച്ചൊക്കെ താഴേക്ക് തന്നെ പോകും. ഇല്ലെങ്കിൽ എണ്ണയോട് കൂടി. എന്നിട്ട് കണ്ണുള്ള പാത്രത്തിൽ തന്നെ ഇട്ടിട്ടുണ്ടല്ലേ? അപ്പം അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ റെഡി അല്ലേ? ഞാൻ കരിയാമ്പല ഇടുന്നതിൽ കറിവേപ്പില ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതും കൂടി നല്ലതാണ്. ആദ്യത്തെ ട്രിപ്പിൽ നമ്മൾ ഇട്ടില്ല, സെക്കൻഡ് ട്രിപ്പിൽ ഇപ്പോൾ ഇട്ടേക്കുക കേട്ടോ. കറിവേപ്പില വേണമെന്ന് നിർബന്ധമില്ല, ജസ്റ്റ് ഒരു ഡെക്കറേഷനും വേറൊരു ടേസ്റ്റും കൂടി ഉണ്ടാവും. അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ, ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന കോളിഫ്ലവർ ഫ്രൈ റെഡിയാണ്. സോ ഇനി എന്താ പരിപാടി? ആയല്ലോ. അതിന് ചോറ് ഇലയിൽ വെക്കുന്നത്. അപ്പോൾ പ്ലേറ്റിൽ വെക്കല് ഞങ്ങൾ. ഓക്കെ. ഇനിയിപ്പോൾ ഇലയിൽ വെക്കുന്നത്. ഓക്കെ. അപ്പോൾ കോളിഫ്ലവർ ഉണ്ടാക്കാൻ പഠിച്ചോ? എല്ലാവരോടും ഉണ്ടാക്കി നോക്കാൻ പറ. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ ഇങ്ങനെ കേട്ടോ. ഓക്കെ ശരി. അപ്പം നമുക്ക് ഫുഡ് കഴിക്കാം അല്ലേ? അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ. അമ്മ ഫുഡ് കഴിക്കാം. ടാറ്റ ബൈ. ബൈ.